അടുത്ത് എത്തുന്ന ആൾക്കാർ. അവരുടെ കർമ്മത്തിന്റെ ആധിക്യം കാരണം ഒരു ബുദ്ധന് പോലും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ഭീമരസമായിട്ടുള്ള ഒരു ആൾക്കാര്. ഇത്തരത്തിലുള്ള ആൾക്കാര് അവരുടെ ഒരു മുൻപുണ്ടായിരുന്ന കർമ്മത്തിന്റെ ഫലം ഗുണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാബല്യത്തിലേക്ക് അവരെത്തിയിരിക്കുന്നത് എന്ന് അവർ സ്വയം തിരിച്ചറിയുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ അത് അവരുടെ മറ്റുള്ളവരുടെ മേൽ അതായത് കർമ്മം കൊണ്ട് അത്രയേറെ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവരുടെ മേലിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പ്രവണത സാധാരണയായിട്ട് കണ്ടുവരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അതിനെക്കുറിച്ച് സാറിന് രമണ മഹർഷിയുടെ അടുത്ത് കഥകൾ പറയുന്ന ഈ ഗ്രൂപ്പിനകത്ത് ഏറ്റവും അവസാനം പോസ്റ്റ് ചെയ്തൊരു കഥ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഭക്തന് ശാരീരികമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം രമണ മഹർഷിയെ കാണാൻ വന്നിട്ട് അങ്ങല്ലാതെ വേറെ ഗതിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ രമണ മഹർഷി താനൊരു അത്ഭുത പ്രവർത്തകനോ സേവിയറോ ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഈ വന്ന ഭക്തൻ വിടാതെ പിന്തുടരുകയും ഗത്യന്തരമില്ലാതെ രമണ മഹർഷി അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ടും പിന്നീട് ഒരിക്കലൊരു സദ്യ അവിടെ ഊണ് കഴിക്കാൻ വിളിക്കുന്നതോടുകൂടി സദ്യയോടുകൂടി അദ്ദേഹത്തിന് ദഹനവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഭേദമാകുന്നതായിട്ടും വായിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ആർത്തന്മാരാണ് ഏറ്റവും കൂടുതൽ ആദ്യം ഒരു ബുദ്ധനെ സമീപിക്കുന്ന ആൾക്കാർ. അവരുടെ ദുഃഖ നിവാരണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ഈ ജ്ഞാനികളിൽ നിന്നോ ബുദ്ധന്മാരിൽ നിന്നോ ബോധപ്രാപ്തരിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് അവർ വരുന്നത്. ചില മിസ്റ്റിക്കുകൾ അവരെ അനുഗ്രഹിക്കാറുണ്ട്. കാരണം മിസ്റ്റിക്കുകൾ ഒരു പ്രേമഭാവത്തിൽ മുഴുകുന്നവരാണ്. അവർക്ക് ഈ വരുന്ന ആഗതരോട് കരുണയോടുകൂടി പെരുമാറാൻ മടിയില്ല. അവർ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ ആർത്തന്മാരുടെ ദുഃഖ നിവാരണത്തിനായി പെരുമാറാറുണ്ട്, സഹാനുഭൂതിയോട് പെരുമാറാറുണ്ട്. എന്നാൽ മാസ്റ്റർമാരായിട്ടുള്ളവർ ഇത്തരത്തിൽ അവർക്ക് പൗരുഷഭാവത്തിലുള്ളവരാണ്. അവർ ഒരിക്കലും ഈ അധ്യയനമാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണ് അവർ സമൂഹത്തെ കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ളവരോട് കരുണയോടുകൂടി പെരുമാറണം എന്നില്ല, പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. രമണ മഹർഷിയുടെ ആദ്യത്തെ മറുപടിയിൽ അദ്ദേഹത്തിൻ്റെ ആ മാസ്റ്ററുടെ സ്വഭാവം പുറത്തു വന്നെങ്കിലും വിടാതെയുള്ള ശരണാഗതി കൊണ്ട് ഈ ഭക്തനോട് ഒരു മിസ്റ്റിക്കിനെ പോലെ തന്നെ കൈ കാണിച്ച് അനുഗ്രഹിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ രോഗത്തെ ഭേദമാക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് ഞാൻ ഈ പോസ്റ്റിൽ വായിക്കുകയുണ്ടായി. ഇതാണ് ഒന്നാമത്തെ കാര്യം. ബുദ്ധന്മാർ മാസ്റ്റർമാരായിട്ടുള്ളവർ ബോധനത്തിൽ കവിഞ്ഞും മറ്റൊന്നിലും ശ്രദ്ധിക്കില്ല. കാരണം സത്യമല്ല, കർമ്മഫലത്തിൻ്റെ അനുഭവം അതൊക്കെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിലൊന്നും കുരുങ്ങാറയില്ല. നേരെ തിരിച്ച് മിസ്റ്റിക്കുകളായിട്ടുള്ളവർ അവർക്ക് ഒരു അലിവുള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ വന്ന ഭക്തന്മാരോട് അലിവോടുകൂടി പെരുമാറും, മാതൃസഹജമായ സ്നേഹത്തോട് പെരുമാറും. ഒന്ന് ശ്രൈണവും ഒന്ന് പൗരുഷമായ ഭാവങ്ങളാണ്. രണ്ടാമത് വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന അർത്ഥാർത്ഥികളാണ്. കന്യാകുമാരിയിൽ മായിയമ്മ ഉണ്ടായിരുന്നപ്പോൾ മായിയമ്മ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ
നടന്നങ്ങ് കയറും. ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മായിയമ്മ കയറി നേരെ പോയി അടുക്കളയിൽ പോയി അവിടെയുള്ള എന്തെങ്കിലും കുറേ പട്ടികളും കൂടെ കയറും. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും പലഹാരം എടുത്തുകൊണ്ട് വന്ന് ഹോട്ടലിന് പുറത്ത് വന്ന് ഈ പട്ടികൾക്ക് വിതരണം ചെയ്യും. ഇത് സ്ഥിരം പതിവായിരുന്നു. അന്നത്തെ ദിവസം ആ ഹോട്ടലിൽ ഭയങ്കരമായ കച്ചവടമായിരിക്കും. അതുകൊണ്ട് മായിയമ്മയെ ഹോട്ടലിൽ കയറ്റാൻ വേണ്ടി ഹോട്ടൽ മുതലാളിമാർക്ക് വലിയ തിടുക്കമായിരുന്നു. മായിയമ്മ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ആ മണൽത്തിട്ട തുടങ്ങുന്നിടത്ത് കടലിലേക്ക് നടക്കുന്ന ഭാഗത്ത് കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ കിടക്കുന്നിടത്ത് നിന്ന് എഴിക്കുമ്പോൾ തന്നെ ഹോട്ടലുകാരൊക്കെ തയ്യാറാവും. എല്ലാവരും പുറത്തു വന്ന് നിൽക്കുകയും അമ്മയെ എങ്ങനെയെങ്കിലും സ്വീകരിച്ച് അടുക്കളയിൽ കയറ്റാൻ നോക്കുകയും ചെയ്യുമായിരുന്നു. ഭക്തി കൊണ്ടാണെന്നല്ല, എനിക്കറിയാം. കന്യാകുമാരി ലക്ഷ്മീപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു അവധൂതൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാരുടെ ശാമ്പ്രാണിത്തിരി കൂടുകൾ കൊണ്ട് ആ വരാന്ത നിറഞ്ഞു. ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ വരാന്തയായിരുന്നു അദ്ദേഹം കയറി കിടന്നത്. അദ്ദേഹം ഒന്നും സംസാരിക്കാറില്ല. പക്ഷെ പല ആൾക്കാർക്കും പല അനുഭവങ്ങളുണ്ടായിരുന്നുകൊണ്ട് അവിടെ വന്ന് പലതരത്തിൽ കാഴ്ചദ്രവ്യങ്ങൾ, പ്രധാനമായിട്ട് ശാമ്പ്രാണിത്തിരിയും എല്ലാം കൊണ്ടുവച്ച് അവിടെ ഒരുപാട് ശാമ്പ്രാണിത്തിരിയുടെ കൂട് കാരണം അങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതി സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ. അവിടെ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ സുഹൃത്തിൻ്റെ ഒരു അമ്മാവനവിടെ ആ പടിക്കെട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഈ സ്വാമി കോട്ടാർ എവിടെയോ ഒരു തുണിക്കടയിൽ കയറിയെന്നോ, ആ തുണിക്കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപിടിച്ച കച്ചവടം നടന്നെന്നോ, അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം. അപ്പോൾ ഒരു താല്പര്യവുമില്ലാതെ നിസ്സംഗനായിട്ട് സർവസംഗപരിത്യാഗിയായിട്ട് പേരിന് മാത്രം വസ്ത്രം ധരിച്ച് ആഹാരമൊന്നും കഴിക്കാതെ ഇരിക്കുന്ന ഒരാളെ പോലും വെറുതെ വിടാത്ത ഈ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ പേര് അർത്ഥാർത്ഥികൾ എന്നാണ്. അവർക്ക് ഐശ്വര്യത്തിനാണ് താല്പര്യം. അവർക്ക് ഐശ്വര്യം ഉണ്ടാകാനുള്ള കർമ്മഫലമില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യജീവികൾ എങ്ങനെയാണോ ഒരു ചെടി വെയിലുള്ളിടത്തോട്ട് വളഞ്ഞു നിൽക്കുന്നത്, വെള്ളമുള്ളിടത്തോട്ട് വേരുകളെ ഓട്ടിക്കുന്നത്, അതുപോലെ ഒരു മനുഷ്യൻ സത്കർമ്മ സമ്പൂർത്തിയുള്ള ആൾക്കാരിലേക്ക് കൈനീട്ടാറുണ്ട്. സ്വാഭാവികമാണ്. അത് മനുഷ്യ സഹജമായ പെരുമാറ്റം തന്നെയാണ്. അത് അർത്ഥാർത്ഥികൾ. ഇനി ജിജ്ഞാസുക്കളാണ് മൂന്നാമത്തത്. കാര്യം അറിയാൻ വേണ്ടി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആധ്യാത്മിക പാതയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രം വരുന്നവർ. അവർക്ക് ഈ രണ്ട് ആൾക്കാരോടും താല്പര്യമില്ല ഉള്ളവരല്ല. അവർ വരുന്നതും ആ ഗുരുവിനെ അല്ലെങ്കിൽ ആ ബുദ്ധനെ ശല്യപ്പെടുത്തുന്നതും അവർക്ക് അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ട്. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്ന ജ്ഞാനികളാണ്. വളരെ അപൂർവമായി മാത്രമേ ഒരുപക്ഷെ ആ ഗുരുവിനെ അല്ലെങ്കിൽ ആ ബുദ്ധനെ സന്ദർശിക്കാൻ സാധ്യതയുള്ളൂ. അഥവാ സന്ദർശിക്കുകയാണെങ്കിൽ തന്നെയും കാര്യമായ സംഭാഷണങ്ങളൊന്നും തന്നെ അവർ തമ്മിൽ ഉണ്ടാകാറുമില്ല. വാക്കാലുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകാറുമില്ല. വളരെ കുറച്ച് കൂടിക്കാഴ്ചകളായിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുക. ഇങ്ങനെ 4 പേരാണ് തന്നെ സമീപിക്കുന്നതായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് താങ്കൾ പറഞ്ഞ പോലെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജിജ്ഞാസുക്കളെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ശ്രാവകന്മാർ എന്നാണ് ഞാൻ പേര് വിളിക്കുന്നത്. ശ്രാവകന്മാർ എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിൽ വേറെ പേരാണ്, വേറെ ഉദ്ദേശമാണുള്ളത്. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിച്ച് കളയരുത്. ഇത് പേരിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താൽക്കാലികം അറിയാൻ വേണ്ടിയുള്ള ഒരു സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ശ്രാവകന്മാർ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ താല്പര്യമുള്ളവർ, ബുദ്ധൻ്റെ വാക്കുകൾ കേൾക്കാനും കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നതിനേക്കാൾ വേഗതയിൽ അത് മറന്നു കളയാനും താല്പര്യമുള്ളവരാണ്. അവരുടെ ആ സമയം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ കഴിയുന്ന സമയം മുഴുവൻ അവർ കേൾക്കുകയും മറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിന് മുമ്പോട്ട് പോവുകയില്ല. പക്ഷെ അതൊരു സ്റ്റേജാണ്, വേരുറയ്ക്കുന്ന വരെയുള്ളൊരു സ്റ്റേജാണ്. ആവശ്യത്തിന് വെള്ളവും വളവും നൽകിയാൽ മാത്രമേ വേര് ഇറക്കുള്ളൂ എന്നുള്ള പോലെ അവർക്ക് വേറെ ഇറക്കുന്ന സമയം എന്ന് പറയുന്നത് കുറേ കൂടി കഴിഞ്ഞാണ്. ചിലപ്പം
അത് കഴിഞ്ഞുള്ളൊരു സമയം, ഞാൻ ഈ സമയം എന്ന് പറയുമ്പോൾ ജന്മങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിൽ അവർ കുറേയൊക്കെ കേൾക്കുന്നത് മനനം ചെയ്യാനും സ്വാധ്യായം ചെയ്യാനും സ്വാനുഭവത്തിൽ കൊണ്ടുവരാനും, സ്വാനുഭവത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നിധിധ്യാസനം ചെയ്യണം, പ്രയോഗത്തിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് സ്വാനുഭവത്തിൽ കൊണ്ടുവരാനും ഒക്കെ ശ്രദ്ധയുള്ളവരായിരിക്കും. ഞാനവർക്ക് ഇട്ടിരിക്കുന്ന പേര് അഭിധർമ്മന്മാരെന്നാണ്. അതും ബുദ്ധിസ്റ്റ് ടേമാണ്. അതിനവിടെ അർത്ഥം വേറെയാണ്. ഇവിടെ തൽക്കാലം അഭിധർമ്മന്മാർ എന്നാണ് അവിടെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രാവകന്മാരും അഭിധർമ്മന്മാരും എന്തായാലും ഒരു ഗുരുവിൻ്റെ അടുത്ത് കാണും. ഈ അഭിധർമ്മന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്രാവകന്മാരോട് പരമപുച്ഛമാണ്. കാരണം ശ്രാവകന്മാർ വെറുതെ വന്ന് സമയം കളയുന്നു എന്ന് തന്നെയാണ് അഭിധർമ്മന്മാർക്ക് തോന്നുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ രോഗബാധിതനായി കിടക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രനും കൂട്ടുകാരും വിവേകാനന്ദ സ്വാമികളും കൂട്ടുകാരും ഈ ഗൃഹസ്ഥന്മാരിവിടെ വന്ന് നിത്യമായി സന്ദർശിച്ച് അവരുടെ കർമ്മങ്ങൾ ഗുരുദേവനിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ്, പകർത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും രോഗങ്ങളൊക്കെ വന്നത് എന്നൊരു അനുമാനത്തിൽ എത്തിച്ചേരുകയും ഗൃഹസ്ഥന്മാരെ അവിടെ നിരോധിക്കുകയും ചെയ്തു. രാമകൃഷ്ണദേവനാകട്ടെ അദ്ദേഹത്തിൻ്റെ അന്തരംഗ ഭക്തന്മാരായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നതിനകത്തോട് അഭിപ്രായമൊന്നും പറഞ്ഞൊന്നുമില്ല. അദ്ദേഹത്തിന് നല്ല രോഗബാധയുടെ കാഠിന്യം ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കിക്കൊള്ളണം. ഒരു സമയത്ത് അദ്ദേഹം ഒരു മട്ടിപ്പാവിലെ കട്ടിലിൽ കിടന്ന് സന്ധ്യയ്ക്ക് മയങ്ങുകയാണ്. സന്ധ്യ കഴിഞ്ഞു. അതുവരെ അദ്ദേഹത്തെ നോക്കി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കുട്ടികളെല്ലാം ഉറങ്ങിപ്പോയി. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം മെല്ലെ, ഒട്ടും സുഖമില്ലാത്ത ആളാണെന്ന് ആലോചിച്ചോളണം, അദ്ദേഹം പതുക്കെ ആ മട്ടുപാവിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ഏതാനും ഗൃഹസ്ഥ ഭക്തന്മാർ കൽക്കട്ടയിൽ നിന്ന് വന്നവർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. രാമകൃഷ്ണദേവൻ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് അവരിൽ ആരും ഉണർന്ന് ഠാക്കൂറിനെ കണ്ട് വിളിയായി. എല്ലാവരും കൂടി ചാടി എണീറ്റു. അവരുടെ ഇടയിലേക്ക് രാമകൃഷ്ണദേവൻ വരുന്ന കണ്ടുകൊണ്ട് അവർ ആഹ്ലാദം കൊണ്ട് നൃത്തം വെച്ചു. അതിനേക്കാളും ആഹ്ലാദം കൊണ്ട് രാമകൃഷ്ണദേവൻ നൃത്തം വെച്ചു. ഈ കൂട്ട നൃത്തം നമ്മുടെ അന്തരംഗ ഭക്തന്മാരെ, മുകളിൽ കട്ടിലിന് ചുറ്റും കിടന്ന് മയങ്ങിക്കൊണ്ടിരുന്ന അന്തരംഗ ഭക്തന്മാരെ ഉണർത്തുകയും അവർ നോക്കുമ്പോൾ ഠാക്കൂറിനെ കാണാതിരിക്കുകയും നോക്കുമ്പോൾ താഴെ ഠാക്കൂർ ഭക്തജനങ്ങൾ ഗൃഹസ്ഥ ഭക്തന്മാരോടൊപ്പം നൃത്തം ചെയ്യുന്നത് കാണുകയും ചെയ്തു. ഇതായിരുന്നു രാമകൃഷ്ണദേവൻ്റെ രീതി. ആർത്തന്മാരായിട്ടും അർത്ഥാർത്ഥികളായിട്ടുള്ള അവരെയും വന്നുകൊണ്ടിരുന്നു, ജിജ്ഞാസുക്കൾ മാത്രമായിരുന്നില്ല. അപ്പം ഞാനിത് പറഞ്ഞ എന്തിനെന്ന് വെച്ചാൽ അഭിധർമ്മന്മാർക്ക് ശ്രാവകന്മാരോട് പുച്ഛം തോന്നുന്നു ഞാൻ സൂചിപ്പിച്ചതിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് താല്പര്യമൊന്നുമില്ല, അവർ വെറുതെ സമയം കളയാണ്, ഗുരുവിൻ്റെ സമയം കളയാണ്. അവരെന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വലിയ വിഷമം ഉണ്ടാക്കില്ല. അങ്ങനെ ഒരു മനോഭാവമാണ് ഈ രണ്ടാമത്തെ ആൾക്കാർ ഒന്നാമത്തെ ആൾക്കാരോട് വച്ച് പുലർത്തുന്നത്. പക്ഷെ അവരാലോചിക്കുന്നില്ല, അവരിതേപോലെ ശ്രാവകന്മാരായിട്ട് ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ ശ്രാവകന്മാരായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അഭിധർമ്മന്മാരായത് എന്ന് അവരറിയുന്നില്ല. ഈ അഭിധർമ്മന്മാരിൽ ശ്രദ്ധയോടുകൂടി ജ്ഞാനത്തിലെത്തിച്ചേർന്നവർ ഗുരുവിന് സമന്മാരായിത്തീരുന്ന അവസ്ഥയിലേക്കാകുന്നു. അവരെ ഞാനിട്ടിരിക്കുന്ന പേര് സമാസമൻ എന്നാണ്. ബുദ്ധമതത്തിലതിന് വേറെ അർത്ഥമുണ്ട്, ഒരിക്കലും ഇതല്ല പേര്, തെറ്റിദ്ധരിക്കുന്നത്. സമാസമന്മാർ, ഈ സമാസമന്മാർ ഗുരുവിന് തുല്യമായിരിക്കുന്ന ബോധത്തോടുകൂടി ജ്ഞാനത്തോടു കൂടിയും ഇരിക്കുന്നവർ. ശ്രീ ഗൗതമബുദ്ധനെ സംബന്ധിച്ചിടത്തോളം മൗദ്ഗരായനും ശരിപുത്രനുമൊക്കെ സമാസമന്മാരായ, നമ്മുടെ കാറ്റഗറിയിൽ സമാസമന്മാരായ ശിഷ്യന്മാരായിരുന്നു എന്ന് പറയാം. ഇതെല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ രണ്ടാം ഗ്രൂപ്പുകാരെ അഭിധർമ്മന്മാരെ പുച്ഛമാണ്. അഭിധർമ്മന്മാരുടെ പുച്ഛമുണ്ടെന്ന് മാത്രമേ അല്ല, ഈ ശ്രാവകന്മാരായിരിക്കുന്നവരെ തീരെ അവഗണിക്കുകയും ചെയ്യും. ഇത് സ്വാഭാവികമായി വന്നിരിക്കുന്നതാണ്. കാരണം ആ കർമ്മത്തിന് മറ്റ് കർമ്മങ്ങളിൽ നിന്ന് കർമ്മം സ്വീകരിക്കുന്നതിനുള്ള വിമുഖത ഉണ്ടാകുന്നത് കൊണ്ട്
സ്വാഭാവികമായിട്ട് ഒരകലം പാലിക്കുന്ന സ്വഭാവ വിവരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഗുരു നോക്കുന്നില്ല, ബുദ്ധൻ നോക്കുന്നില്ല, ബോധപ്രാപ്തനായിരിക്കുന്ന അദ്ദേഹം ഇതൊന്നും നോക്കുന്നില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം ഒരുമിച്ചാണ്. ഇവരാരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അടുപ്പം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. നമ്മൾ രാമകൃഷ്ണദേവൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ, ശങ്കരാചാര്യൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ, ഇനി ഏത് വർത്തമാനകാല ഗുരുക്കന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ലഭിക്കും. ഗുരുവിന് തോന്നുന്ന താല്പര്യം എന്താണെന്ന് മനസ്സിലാകാതെ അസൂയ തോന്നുന്ന ഭക്തന്മാരുമുണ്ട്. രാമകൃഷ്ണദേവൻ പൂർണ്ണനോട് കാണിച്ചിരുന്ന സ്നേഹം, പൂർണ്ണനെ കാണാൻ വേണ്ടി പൂർണ്ണനെ രാമകൃഷ്ണദേവനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ട് പൂർണ്ണൻ്റെ വീട്ടുകാർ രാമകൃഷ്ണദേവനെ കാണാൻ വേണ്ടി ദക്ഷിണേശ്വരത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമായിട്ട് മാസ്റ്റർ മഷായിയുടെ, അതായത് മഹേന്ദ്രനാഥഗുപ്തൻ്റെ വീട്ടിൽ പോയി പൂർണ്ണനെ അവിടെ വരുത്തി കാണാൻ വേണ്ടി കൽക്കട്ടയ്ക്ക് പോകുന്നുണ്ട്. അത്രയ്ക്ക് പ്രേമം പൂർണ്ണനോടുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണന് തിരിച്ച് വലിയ പ്രേമം ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. അതുപോലെ രാഘാല്, ഈ രാഘാല് പിന്നെ വിവാഹിതനായി. ആ വിവാഹം അധികം നാൾ നിന്നില്ല. ശാരദാനന്ദ സ്വാമിയായിട്ട് സന്യാസിയായി തിരിച്ചു വന്ന് രാമകൃഷ്ണ മിഷൻ്റെ അധികാരിയൊക്കെ ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണദേവൻ അവരോട് കാണിക്കുന്ന അടുപ്പം, നരേന്ദ്രനോട് കാണിക്കുന്ന അടുപ്പം, ഇതിനൊന്നും കാരണം എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. കാരണം കർമ്മമായിരുന്നു. ആ കർമ്മത്തിൻ്റെ മുമ്പിൽ ബൈജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ബുദ്ധന് നിഷേധാത്മകമായിട്ട് പെരുമാറാൻ പറ്റില്ല. കാരണം കർമ്മം ഒരു ബലമാണ്, ഒരു കമാൻഡിങ് ഫോഴ്സാണ്. ആ കർമ്മം തീർക്കുക എന്നുള്ളതാണ്, ഏറ്റവും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് ബുദ്ധന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങൾ, അവർ ചോദിക്കാത്ത കാര്യങ്ങൾ എടുത്തു കൊടുത്ത് അത് തീർത്തുകൊണ്ടിരിക്കും. എടുത്തുകൊടുത്ത് അത് തീർത്തു കൊടുത്തുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അതൊരു ബാധ്യതയായി മാറും എന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കണക്ക് തീർക്കുക എന്നുള്ളതാണ്. ബുദ്ധിയില്ലാത്ത ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും തൻ്റെ എന്തോന്നോ ഒരു മികവ് കണ്ടിട്ട് ഗുരു തന്നോട് സ്നേഹം കാണിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഒന്നിനൊന്നിന് ഡംബ് കൂടി വരികയും ചെയ്യും. പൊക്കമുള്ള ചെത്ത കൊമ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് വീണാലല്ലേ കൂടുതൽ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിച്ചോണം. അപ്പം ശ്രാവകന്മാരായിരിക്കുന്നവരോട് അഭിധർമ്മന്മാർക്ക് പുച്ഛം തോന്നും. അതുപോലെ അഭിധർമ്മന്മാരായിരിക്കുന്നവരോട് സമാസമന്മാർക്ക് പുച്ഛം തോന്നും. ഒന്നുകൂടി ഞാനിത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ 3 പദങ്ങളും നമ്മൾ വെറുതെ ഇപ്പം അക്കാഡമിക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ശ്രാവകന്മാരെക്കുറിച്ചോ അഭിധർമ്മന്മാരെക്കുറിച്ചോ സമാസമന്മാരെക്കുറിച്ചോ ഇതല്ല സാധാരണയായി ഉപയോഗിച്ച് വരുന്ന അർത്ഥം. അത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇതുകൊണ്ട് കർമ്മഫലത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഈ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് മാത്രമല്ല, ആ കർമ്മം എന്ന് പറയുന്നത് ഞാനൊരിക്കൽ 1992 ഹിമാലയത്തിൽ പോയപ്പോൾ ഗോമുഖിൽ പോകുന്ന വഴിക്ക് ഭരാഹരി ബാബ എന്ന് പറയുന്നൊരു അവധൂതനോട് സന്യാസി താമസിക്കുന്നുണ്ട്. ഹിമാലയത്തിലാണ്. അദ്ദേഹം ഒരിക്കലും നാട്ടിലേക്ക് വരുന്നില്ല. അദ്ദേഹം വിൻ്ററിൽ പോലും അവിടെ ഗുഹ അടച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം സമാധിയായി കഴിഞ്ഞ് വലിയ ആശ്രമമൊക്കെ വന്നു. അവിടെ പോകുമ്പം അവിടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തെ ബിഹേവ് ചെയ്യുന്നത്. 92 കാര്യമാണ്. നേരൊക്കെ ശിഷ്യനും മരിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വളരെ അത്ഭുതം തോന്നി. ഞങ്ങൾക്കെല്ലാം ലഘുഭക്ഷണമൊക്കെ തന്നു, ചായയൊക്കെ തന്നു. അന്നൊന്നും ഇതുപോലുള്ള ഒരു തിടുക്കമൊന്നുമില്ല. സുഖമായിട്ട് ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങിയാണ് ഞങ്ങൾ ഗോമുഖിലേക്ക് പോയത്. എന്നിട്ട് പോലും അന്ന് ഗോമുഖിൽ ഉച്ചയ്ക്ക് ഭോജ്വാസയ്ക്ക് ഉച്ചയിൽ ഊണ് കഴിക്കുകയും ഗോമുഖിൽ ഉച്ചയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അവിടെ എത്തുകയും ഗോമുഖിന് തൊട്ടിപ്പുറത്തുള്ളൊരു ടെൻറ്റ് സംഘടിപ്പിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ സംഘം വൈകുന്നേരമാണ് ഭോജ്വാസയിൽ എത്തുന്നത്. ഇപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റൂട്ടൊക്കെ ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ശിഷ്യൻ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗുരുവിനോട്. ഞാനപ്പോൾ ആലോചിച്ചു, ഇതാണ് കർമ്മത്തിൻ്റെ ബലം. വേറെ ആരും അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് ഗുരുവിനൊന്നും ചെയ്യാനാകില്ല. രാമകൃഷ്ണദേവനോട് ഹൃദയൻ ഇതുപോലെ പെരുമാറിയിരുന്നതായിട്ട് വായിക്കാം.
ഹൃദയനെ ഒരു ദിവസം നിവൃത്തിയില്ല. ഹൃദയനെ എല്ലാ ദിവസവും ഞാൻ പോകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എന്നാൽ പൊക്കോന്ന് പറഞ്ഞു. അന്ന് ഹൃദയം പോയി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടായപ്പോൾ പതുക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും രാമകൃഷ്ണദേവന് ഇങ്ങനെ ഒരാളെ ഓർമ്മ പോലുമില്ല, മറന്നുപോയി. അപ്പോൾ ആ കർമ്മം തീരുന്നത് വരെ ആ ഗുരുക്കന്മാർ ഇത്തരത്തിലുള്ളവരെയൊക്കെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും കൂടെ നിർത്തുകയൊക്കെ ചെയ്യും. അതൊന്നും സ്ഥിരമായ കാര്യമാണെന്ന് തിരിച്ചറിയില്ല. അപ്പോൾ ആ തെറ്റിദ്ധാരണ വച്ചു പുലർത്താതെ കിട്ടുന്ന സമയം പരമാവധി അതിൽ നിന്നുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധ കൊണ്ടുണ്ടാക്കേണ്ടത്, ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈജു പറഞ്ഞതുപോലെ ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്, എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഈ ബുദ്ധന്മാരുടെ സന്നിധികളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിനൊന്നും യാതൊരു പരിഹാരവുമില്ല. അത് ആ കർമ്മഫലത്തിൻ്റെ നിയമം അനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ അത് കാലക്രമേണ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള. ഇപ്പം നമ്മളിപ്പോൾ എത്ര ഇത് സംസാരിച്ചിരുന്ന കാര്യം ഇതിനു മുമ്പ് സാർ പലതവണ സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചെറിയ ഒരു ഡിസ്ക്രിമിനേഷന്റെ എലമെന്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു ഭിക്ഷക്കാരനെ കാണുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും അറിയാം അയാൾക്ക് എന്റെ അത്രയും പോസിബിലിറ്റി ഇതിലേക്ക് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അയാൾ വികൃതനായിട്ട് ജനിച്ചിരിക്കുന്നത് അയാളുടെ കർമ്മദോഷം കൊണ്ടാണ്. അപ്പം ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീ ചെറിയവൻ, ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷന്റെ സാധ്യത ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരാൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സാറിന് അതിൽ ഈ അങ്ങനൊരു സ്വന്തം കർമ്മഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവെന്ന് പറയുന്നത് ഇത്രയും വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറുന്നവനല്ല, അതിനതീതനായവനാണ്. അതിൽ നിന്നൊക്കെ മുകളിലേക്ക് കയറി സ്വന്തം കർമ്മത്തെക്കുറിച്ച് ബോധ്യം വരുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഒരുവന് ഇത്തരത്തിലുള്ള വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറാൻ സാധിക്കില്ല. അതൊന്നും എത്താതെ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ പറഞ്ഞ് മനസ്സിലാക്കിയതോ വെച്ചുള്ള വിവരം വെച്ചുകൊണ്ടുള്ള അഹങ്കാരമായിരിക്കും കാണിക്കുന്നത്. അതിന് വലിയ പ്രസക്തമായിട്ട് കാര്യമല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അഹങ്കാരം കാണിക്കുക, വിവേചനം കാണിക്കുക എന്നുള്ളതൊക്കെ കർമ്മഫലം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അയാളുടെ സത്കർമ്മങ്ങളുടെ ഫലമായിട്ട് അയാൾക്ക് ഉണ്ടായ മതിയാവും. എന്നാൽ മാത്രമേ അയാൾ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം ഒഴുകി മറ്റുള്ളവരിലേക്ക് വരുള്ളൂ. നമുക്കിപ്പോൾ പൈസ റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്, ഒരു സ്ഥലത്ത് സർക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് എന്ന് അറിയാമെങ്കിൽ പോലും അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ അറിയാൻ പറ്റും. നമ്മൾ പണപ്പെരുപ്പം കൃത്യമായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്നില്ലേ മനുഷ്യർ. പക്ഷേ കർമ്മത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒന്നും ഋതം സംഭവിക്കുന്നില്ല. പ്രകൃതി കർമ്മം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് ഒരിടത്ത് കെട്ടിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. കാരണം അത് പ്രകൃതിക്ക് തന്നെ ഭാരമാണ് എന്ന് മനസ്സിലാവും. പുരാണ കഥകളിലൊക്കെ അസുരന്മാർക്കെതിരെ ഒന്നും ചെയ്യാൻ വയ്യാതെ, ദേവന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ വയ്യാത്തതായിട്ട് അവർ പോയി സങ്കടം ഉണർത്തിക്കുന്നതായിട്ട് പറയുന്നു, ഭൂമിക്ക് ഭാരമാണെന്നൊക്കെ പറയുന്നു. അതിൻ്റെ സിംബോളിക്കായിട്ടുള്ള അർത്ഥം അത് തന്നെയാണ്. ആ കർമ്മത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് വളരെ മോൺഷസാണ്. അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അങ്ങനൊരു രീതിയിൽ അത് ചേരാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് പറ്റിയ സാഹചര്യങ്ങളിലാണ് അവരെ കൊണ്ട് പ്രകൃതി വിടുക. അതിന് ചുറ്റും അതിന് പറ്റിയ ആൾക്കാരെ അവിടെ കൊണ്ടുവിടും. ഇതൊരു മനഃപൂർവ്വം പ്രകൃതി കൊണ്ട് വിടുന്നതല്ല, അതങ്ങനെ തന്നെയാണ് ആ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെ അവർക്ക് അവരുടെ കർമ്മങ്ങളെ പുറത്തേക്ക് കളയാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അതിലൊന്ന് ഈ ഡംബ് കാണിക്കുന്നത് തന്നെയാണ്. ഡംബ് കാണിച്ച് മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത് വഴി അവരുടെ സൽക്കർമ്മങ്ങൾ ആരാണോ അവമാനിക്കപ്പെടുന്നത്, ആർക്കാണോ ദുഃഖമുണ്ടാക്കുന്നത് അവരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതിയുടെ നിയമം തന്നെയാണ്. താഴെ നേരത്തെ നീരോടെന്ന് പറഞ്ഞതുപോലെ കർമ്മം ഉള്ളവരിൽ നിന്ന് കർമ്മം ഇല്ലാത്തവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ മനോഹരമായിരിക്കുന്ന ധർമ്മം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടൊന്നും ഒരു അനീതിയായിട്ട് പോലും തോന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം അവരങ്ങനെ പെരുമാറുന്നത് നല്ല കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കൾ ചില ആൾക്കാർ ചില ആശ്രമങ്ങളിലൊക്കെ പോയി ചില സേവാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവിടെയുള്ളവർ ആശ്രമത്തിൽ താമസിക്കുന്നവരെന്ന് പറയുന്നത് വളരെ കടുത്ത മാനസികാവസ്ഥയുള്ളവരാണ്.
കടിച്ചു കീറുന്ന പിന്നെ കാർണിവറസ് ക്രീച്ചേഴ്സിനെ പോലെയുള്ള പെരുമാറ്റമുള്ളവരാണ്. അവരെ അവിടെ പിടിച്ചിട്ടിരിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ശിവൻ്റെ കാലിനടിയിലെ വേതാളം പോലെ. അപ്പോൾ അങ്ങനെയുള്ളവർ അവർക്ക് അതിന് താല്പര്യമില്ലാതെ വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, സുഹൃത്തുക്കളോട്, നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ പോയി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ പോയി പ്രവർത്തനം ചെയ്ത് അവരുടെ പിന്നെ പീഡനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിന് പ്രയോജനമുണ്ട്. കാരണം അവർ ചെയ്യുന്ന സാധന അതിൻ്റെയൊക്കെ ഫലം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെയും ആ സാധകർക്ക് പ്രയോജനം ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും പാഴായി പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. എല്ലാം നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് തുറന്ന് അനുഭവിക്കുക, ദുഃഖമായാലും സുഖമായാലും എന്നാണ് അതിനകത്ത് പോകേണ്ട കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ബൈജു പറഞ്ഞതുപോലെ പെട്ടെന്ന് ചാടിക്കയറി ഒരു ബോധത്തിലേക്ക് വന്നങ്ങ് പ്രവർത്തിക്കുകയൊന്നുമില്ല. അവർക്ക് അവരുടെ ഊഹം വെച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക, അല്ല തൻ്റെ കർമ്മം നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മോശമായി ബിഹേവ് ചെയ്യുക എന്നുള്ളതല്ല. അവരുടെ ആ കർമ്മത്തിൻ്റെ പെരുപ്പ്, അതിൻ്റെ ആധിക്യം അവരെ കൊണ്ട് പല വേഷങ്ങളും ആടിക്കും. അത് കാണാൻ നല്ല രസവുമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുന്നതാണ് നല്ലത്.